ക്രിസ്മസ് വെക്കേഷനായിട്ട് ഞങ്ങൾ അഴീക്കോട് ബീച്ച് ഫെസ്റ്റിലാണ് പോയത്. ഞങ്ങളിത്തിരി നേരത്തെ പോയി, കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത്തിരി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. മൊത്തം സ്റ്റാറൊക്കെ ഇട്ട് മൊത്തം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ലൈറ്റ് ഓണൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ച് നേരമൊക്കെ പിള്ളേഴ്സ് പാർക്കിലൊക്കെ കളിച്ചു. പിന്നെ അവിടെ ഇങ്ങനെ പടം വരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഓരോരുത്തർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു സ്കെച്ചസ് വരയ്ക്കാനായിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മൊത്തം അവിടുത്തെ വ്യൂസൊക്കെ കുട്ടികളായിട്ട് പോകാനായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ആ ഒരു ഏരിയയിൽ പാർക്കും കുറേ കാര്യങ്ങളും ലൈറ്റും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കൊരു വെക്കേഷനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്പോട്ടായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ. കുറച്ച് ഏരിയ ഉള്ളൂ, എന്നാലും 2 പേർക്ക് കൂടി ഒരുമിച്ച് പോകാം. അങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും കയറ്റി. പിള്ളേർ രണ്ടാളും അത് ഓടിച്ചു. മോനാണത് ഓടിച്ചത്. അവർ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ ഹാൻഡിലൊക്കെ പിടിക്കുന്നുണ്ട്. കുട്ടികളുടെ ചെറിയ കുട്ടികൾ വരെ ഓടിക്കുന്നുണ്ട്, വലിയവർ ഓടിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കുന്ന അവരൊന്ന് ഹാൻഡിലൊക്കെ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു റൗണ്ട് അടിക്കാനായിട്ട് 100 രൂപയാണ്. 2 പേർക്ക് 3 പേർക്കൊക്കെ പോകാം. അപ്പോൾ അവരതിൽ റൗണ്ട് അടിച്ചു. പിന്നെ കുറച്ച് ആ ബീച്ചിൻ്റെ അതിലേക്കൂടെ നടന്നു. അപ്പോൾ കുറച്ചൊക്കെ മീൻ പിടിക്കുന്നുണ്ടെന്ന് ചീനവലയിൽ. കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ പോയി കണ്ടു. കുറച്ചിലൊന്നും മീനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ചില ഭാഗത്തൊക്കെ മീനൊക്കെ 1-2 കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസും എന്തായാലും ആ സൺസെറ്റൊക്കെ ആസ്വദിച്ച്. കാരണം ബീച്ചിൽ അങ്ങനെ ലൈറ്റുകളൊന്നും ഓണായിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിള്ളേരെ കളിയൊക്കെ കണ്ട് അവർ സൺറൈസൊക്കെ നോക്കി. നല്ല ബീച്ച് എപ്പോഴും എനിക്കൊരു ഫേവറേറ്റ് സ്പോട്ടാണ്. നമുക്ക് ഭയങ്കരമായൊരു റിഫ്രഷ്മെൻ്റാണ് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ പിള്ളേർ കുറേ നേരം ഇങ്ങനെ കളിച്ച്. കുറേ വട്ടങ്ങൾ ആൾക്കാർ പറപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല ഹൈറ്റിലൊക്കെ. പിന്നെ ഈ പണ്ടത്തെ ഓർമ്മകൾ പോലെ നിറച്ച് കാറ്റാടി. പണ്ടൊക്കെ നമ്മളിന്ന് കൈ പിടിച്ച് ഓടിയിട്ടാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബീച്ചല്ലേ, അടിപൊളി കാറ്റുകളാണ്. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഒരു സംഭവമായിരുന്നു ഗുണാക്കേവ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 80 രൂപ അങ്ങോട്ടാണ് എൻട്രി ഫീസ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ വലിയൊരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഗുണ കേവ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറേ വഴികളിലൂടെ നടക്കുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ സിനിമയുടെ കുറച്ച് പാട്ടുകൾ, കുട്ടേട്ടാന്നൊക്കെ വിളിക്കണ അങ്ങനെ കുറച്ച് എഫക്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വള്ളികളും പടർപ്പുകളും കുറച്ച് അതിനുണ്ട്, ഏരിയ ഉണ്ട്. നമുക്കത് എന്താണെന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. നമ്മൾ വല്ല പേടിപ്പിക്കുന്ന വല്ല സംഭവങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് പോയത്. പക്ഷെ അങ്ങനെയൊന്നും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദൂരം ഞങ്ങൾ അങ്ങനെ നടന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇരുട്ടും ഇതൊക്കെയാണ്. അപ്പോൾ ചില ഭാഗങ്ങളിൽ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ചില ഭാഗങ്ങളിൽ നല്ല AC ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് നേരം നടന്ന് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാലമൊക്കെ കയറലായി. ചെറിയൊരു വാട്ടർ ഫൗണ്ടൈൻ പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാലം കയറി എൻട്രൻസ് കിടന്നപ്പോൾ പിന്നെ വേറെ ലോകമായി. നമ്മുടെ ആന പൂരം അതിൻ്റെ ഒരു എഫക്റ്റ്. പിന്നെ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ മൃഗങ്ങളും എന്താ പറയുക, അനങ്ങുന്ന മൂവബിളായിട്ടുള്ള അങ്ങനെ ഒരു സെറ്റപ്പാണ് അവിടെ ഉണ്ടായത്. അത് അടിപൊളിയായിരുന്നു. പല അനിമൽസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടകം, എല്ലാതും മൂവിങ് ആയിരുന്നു കേട്ടോ. ഒട്ടകം ശരിക്കും സൗണ്ട് എഫക്ട്സൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കടുവയും സിംഹവും ഒരുവിധം എല്ലാ ജീവികളും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഗുണ കേവ് കയറിയപ്പോൾ അതൊട്ടും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. അങ്ങനത്തെ സംഭവമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഇങ്ങനെ നമ്മൾ ഗുണ കേവാന്ന്, പക്ഷേ അത് ജസ്റ്റ് ഒരു എൻട്രൻസിൽ മാത്രമേ ഗുണ കേവിൻ്റെ എഫക്റ്റ് ഉണ്ടായുള്ളൂ. പിന്നെ കൂടുതൽ ഇങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. പക്ഷെ അത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. കങ്കാരുവിൻ്റെ കുഞ്ഞുള്ളിക്കും പുറത്തേക്കൊക്കെ വന്നത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് വിളിച്ചേ കണ്ടേന്നൊക്കെ പറഞ്ഞ് കളിക്കണ പോലെയെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. പിന്നെ അതേപോലെ പുലികളാണെങ്കിലും ഒക്കെയും നല്ല വെറൈറ്റികളായിരുന്നു. ഈ പറഞ്ഞ പോലെ കരടി എല്ലാവരും ടച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പാടില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അവതാറിലെ 2 ക്യാരക്ടറും ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ മാമൂത്തിൻ പോലെ ടൈപ്സ് പോലത്തെ വലിയ ആനകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുതിര, എല്ലാം അത്യാവശ്യം മൂവിങ്ങായിട്ടുള്ള ഐറ്റംസ് തന്നെ ആയിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ ഡൈനോസർ ആണെങ്കിലും സൗണ്ട് എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ട് ഗംഭീരമായിരുന്നു.
നമ്മൾ ഈ പറഞ്ഞ പോലെ സാധാ കാണുന്ന ജസ്റ്റ് സ്റ്റാച്ചു പോലെയല്ല, എല്ലാ ഐറ്റംസും മൂവ് ചെയ്യണതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ എൺപത് വലിയ കുഴപ്പമില്ല. മാനുകൾ, പിന്നെ ഒരു ആദിവാസിയുടെ കുടുംബം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളത് പുറത്ത് കിടന്നപ്പോൾ അതിലും വിശേഷമായിട്ടുള്ള ഒരു ഐറ്റം കണ്ടു. നമ്മുടെ ഡാവിഞ്ചിയുടെ വകയാണ് ഈ ഐറ്റം. ഈ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് എന്തൊരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ നൈറ്റ് വ്യൂ സൂപ്പറായിരുന്നു. ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുവിധം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നൈറ്റ് വ്യൂ ആയി. ഫുള്ള് സ്റ്റാർസും എല്ലാ മരങ്ങളും ഡെക്കറേറ്റ് ചെയ്ത്, പിന്നെ വലിയ യന്ത്രഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിലൊന്നും കയറിയില്ല. ജസ്റ്റ് പിന്നെ ഇപ്പം നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അനുശോചന സമ്മേളനം ഉണ്ടായിരുന്നു. നമ്മുടെ MT വാസുദേവൻ നായർ മരിച്ചതിൻ്റെ ഒരു അനുശോചന സമ്മേളനം ഉണ്ടായ പ്രോഗ്രാംസ് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ പോന്നു. ഒരുപാട് തിരക്കുമായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഈ പറഞ്ഞ അനുശോചന സമ്മേളനം നടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഒരുപാട് ലേറ്റാവും ഞങ്ങൾക്ക് തോന്നിയ കാരണം ഞങ്ങൾ പോന്നു. അപ്പോഴേക്കും ഭയങ്കര റഷായിരുന്നു അവിടെ. ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ. എൻട്രൻസിലെ കവാടങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കുട്ടി വെക്കേഷൻ ട്രിപ്പ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വിഷ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ എൻ്റെ ഈ വർഷത്തിലെ ആദ്യത്തെ വീഡിയോയും കൂടിയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.